Hi dears, welcome to a new video. 10th standard English textbookle language elements ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. So in the first class we had a discussion of different kinds of sentences. What were those different kinds of sentences? Assertive sentences, imperative sentences, interrogative sentences and exclamatory sentences. നമുക്കറിയാം assertive sentences എന്ന് പറഞ്ഞാൽ declarative sentences എന്നൊരു പേര് അതിനുണ്ട്. It is normally some kind of declarations or statements. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സോ ഡിക്ലറേഷൻസ് ഒക്കെ വരുന്നതിന് നമ്മൾ അസേർട്ടീവ് സെന്റൻസസ് എന്ന് പറയാറുള്ളത്. ദെൻ ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ് ഓർ കമാൻഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സെന്റൻസസിനെ നമ്മൾ എന്ത് പറയും? ഇമ്പറേറ്റീവ് സെന്റൻസസ്. ദെൻ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ഇന്ററോഗേഷൻ മീൻസ് ക്വസ്റ്റ്യനിങ്. സോ ക്വസ്റ്റ്യൻസ് വരുന്ന സെന്റൻസുകളെ നമ്മൾ എന്ത് പറയാം? ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആർ യൂസ്ഡ് ടു show extreme emotions like wonder, anxiety, anger, etc. So we have some sentences given in the class. So let us go to those sentences and find out what kind of a sentence they are. Every animal in Hollywood is well trained. Do you think it is easy to set the animal free in the bamboo grove? How could we let the tiger's trainer be seen with the animal? Oh, what a pity. Tell her your account has reached its limit. Don't worry. ഇനി നമുക്ക് അവ ഏതൊക്കെ ഗണത്തിൽപ്പെട്ടതാണെന്ന് കണ്ടുപിടിക്കാം. Every animal in Hollywood is well trained. It is an assertive sentence. Why? Because that is just a declaration. It's just a statement. Every animal in Hollywood is well trained. The next one is, do you think it is easy to set the animal free in the bamboo grove? Do you think? So we know that it's an interrogation, it's a question. So this sentence belongs to interrogative sentence. How could we let the tiger's trainer be seen with the animal? It's also a question. So this sentence belongs to interrogative sentence. Oh, what a pity. So this is an example for an exclamatory sentence. Then tell her your account has reached its limit. Tell her. So this is an example for imperative sentence. This is a kind of command. Tell her. Next one, don't worry. This also belongs to imperative sentences. Different kinds of sentences കൂടാതെ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ഇവ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, കണ്ടുപിടിക്കുക എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്കും കൂടെ ഒന്നുകൂടെ പോയി നോക്കാം. So we have a sentence here. I left my sister's shoes here. I left my sister's shoes here. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഷൂസ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന മജീദിയുടെ ചാപ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ള സെന്റൻസ് ആണ്. വാട്ട് ഈസ് ദ സബ്ജക്ട് ആൻഡ് ദ പ്രെഡിക്കേറ്റ് ഇൻ ദ സെന്റൻസ്? ഐ ഈസ് ദ സബ്ജക്ട് ആൻഡ് ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ ഈസ് ദ പ്രെഡിക്കേറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതുപോലെ പ്രെഡിക്കേറ്റും. ഇവിടെ നമുക്ക് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. കാരണം ഈ സെന്റൻസിനകത്ത് നമുക്ക് നൗണായിട്ട് ഒരു ഐ എന്നുള്ളൊരു ലെറ്റർ മാത്രമേ വരുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വലിയ നൗൺ ഫ്രേസുകൾ ഉള്ള സെന്റൻസിൽ നിന്നും സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും വേർതിരിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വലിയ നൗൺ ഫ്രേസസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേർബ് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നോ അത് മുതൽക്ക് പ്രെഡിക്കേറ്റ് പാർട്ടാണ് വരാറുള്ളത്. എവിടെ വെച്ച് വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ മുതൽ പിന്നീട് സെന്റൻസ് എന്താവും? ഇറ്റ് ബിലോങ്സ് ടു പ്രെഡിക്കേറ്റ് പാർട്ട്. അൺടിൽ ദെൻ ഇറ്റ് വിൽ ബി സബ്ജക്ട് പാർട്ട്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സബ്ജക്ട് ഈസ് ദ നൗൺ ഓർ എനിത്തിങ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ നൗൺ. ഒരു സെന്റൻസിലെ സബ്ജക്ട് പാർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ സെന്റൻസിലെ ആ സബ്ജക്റ്റിലെ നൗൺ ആണ്. ഒരുപക്ഷെ അത് നൗൺ ഫ്രേസ് ആവാം, അല്ലെങ്കിൽ ഒരു ക്ലോസ് ആവാം. ഈ സെന്റൻസിനകത്തുള്ള സബ്ജക്ട് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും നമുക്കൊന്ന് നോക്കാം. ദ വെജിറ്റബിൾ ബോക്സസ് എന്നതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ടംബിൾ എന്ന വേർഡാണ് പ്രെഡിക്കേറ്റ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ വെജിറ്റബിൾ ബോക്സസ് ആണെങ്കിലും അതിനകത്ത് ഒരു നൗൺ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഹെഡ് വേർഡ്. ആൻഡ് ദ ഹെഡ് വേർഡ് ഫ്രം ദിസ് സെന്റൻസ് ഈസ് ബോക്സസ്. ബോക്സസ് എന്നുള്ള വേർഡിനെ നമുക്ക് ഇതിനകത്തുള്ള ഹെഡ് നൗൺ ആയി കണക്കാക്കാം. ഇത് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ. അതിനകത്ത് നമുക്ക് നൗൺ ഫ്രേസ് ആയിട്ട് നമുക്ക് ഐ എന്നുള്ള വേർഡാണ് നൗൺ ഫ്രേസ്.
and the verb phrase is I left my sister's shoes here. The vegetable boxes tumble എന്നുള്ള സെന്റൻസിലോ അതിനകത്ത് the vegetable boxes എന്നുള്ളതാണ് noun phrase. Verb phrase ആയി വരുന്നത് tumble എന്ന വേർഡാണ്. In modern grammar, even if subject of a sentence is a single noun, it can also be called noun phrase. ആധുനിക ഗ്രാമറിൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് സിംഗിൾ നൗൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് നൗൺ ഫ്രേസ് എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഇൻ ദ സെന്റൻസ് ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ്. ഇവിടെ ഐ എന്നുള്ളത് ഒരു സിംഗിൾ വേർഡാണ്, ഒരു സിംഗിൾ നൗൺ ആണെങ്കിൽ പോലും നമുക്കതിനെ നൗൺ ഫ്രേസ് എന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. സമാനമായി തന്നെ നമുക്ക് വേർബ് ഫ്രേസിന്റെ കാര്യത്തിലും ഒരു സിംഗിൾ വേർഡാണ് വേർബായിട്ട് വരുന്നെങ്കിൽ പോലും നമുക്കതിന് എന്ത് ചെയ്യാം, വേർബ് ഫ്രേസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഏതുപോലെ ടെമ്പിൾ ഇൻ ദ സെന്റൻസ് ദ വെജിറ്റബിൾ ബോക്സസ് ടെമ്പിൾ. വെജിറ്റബിൾ ബോക്സസ് ടെമ്പിൾ എന്ന സെന്റൻസിനകത്ത് വേർബ് ഫ്രേസ് എന്ന് പറയാനില്ല, ഒരു ആക്ഷൻ വേർഡ് ആയിട്ടുള്ള ടെമ്പിൾ എന്നുള്ള ഒരു വേർഡ് മാത്രമേ ഉള്ളൂ എങ്കിലും we can also consider it as a verb phrase. So a noun phrase can be a noun, a pronoun, a phrase, and it can also be a clause. So a noun phrase എന്നുള്ളതൊരു noun ആവാം, pronoun ആവാം, phrase ആവാം, അല്ലെങ്കിൽ ക്ലോസും ആവാം. For example, our tiger emerged with a loud roar. We have to identify the noun phrase and the verb phrase. So in this sentence, we know that our tiger is the noun phrase, emerged with a loud roar is the verb phrase. Then we have more questions to identify verb phrase and noun phrase. A few people took our permission to go with us. The cage on the lorry was covered. I decided to play it safe. Mr. Thorat reached the shooting location with the tiger. So now let's go to the answers. A few people took our permission to go with us. അതിനകത്ത് a few people എന്നതാണ് noun phrase. Took our permission to go with us is the verb phrase. Next sentence, the cage on the lorry was covered. The noun phrase is the cage on the lorry was covered is the verb phrase. I decided to play it safe. I is the noun phrase. Decided to play it safe is the verb phrase. Mr. Thorat reached the shooting location with the tiger. Mr. Thorat is the noun phrase. Reached the shooting location with the tiger is the verb phrase. Now we have another sentence. The camera closes it on Zahra. We have to find out the noun phrase and verb phrase from the sentence. The camera is the noun phrase. അല്ല, ഈ സെന്റൻസ് നമുക്കറിയാം the camera എന്നുള്ളതാണ് noun phrase and the verb phrase is closes it on Zahra. And what is the head word? We know that camera is the head word. Camera എന്നുള്ളതാണ് ഈ സെന്റൻസിലെ head word, head noun ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് ദ ക്യാമറ എന്നതിലൊരു ദ കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ? ദ ഈസ് ആൻ ആർട്ടിക്കിൾ. ദ കൂടാതെ എ, ആൻ എന്നിവ കൂടെ ആർട്ടിക്കിളിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവയെ നമുക്ക് ആർട്ടിക്കിൾ എന്നത് കൂടാതെ ഡിറ്റർമിനേഴ്സ് എന്ന പേരിലും വിളിക്കാവുന്നതാണ്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഡിറ്റർമിനേഴ്സ് ആസ് വെൽ ആസ് ആർട്ടിക്കിൾസ്. ഏതൊക്കെ വേർഡ്സ് ആണ് ഡിറ്റർമിനേഴ്സിൽ പെടുന്നത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് എ, ആൻ, ദ ആൻഡ് പൊസസീവ്സ്. പൊസസീവ് ഫോംസിൽ വരുന്ന മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദെയർ, ഇറ്റ്സ് എന്നിവ ഡിറ്റർമിനേഴ്സിൽ പെടുന്നതാണ്. അതുകൂടാതെ ഡെമോൺസ്ട്രേറ്റീവ്സ് കാറ്റഗറിയിൽ പെടുന്ന ദിസ്, ദാറ്റ്, ദോസ്, ദീസ്, സച്ച് എക്സെട്ര ഈ വാക്കുകളും ഡിറ്റർമിനേഴ്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പം ആർട്ടിക്കിൾസ് ആവാം, പൊസസീവ്സ് ആവാം, ഡെമോൺസ്ട്രേറ്റീവ്സ് ആവാം. ഇവയൊക്കെ നമുക്ക് ഡിറ്റർമിനേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. Now let's go to more divisions of a sentence. നമ്മളിതിൽ ശരിക്കും പഠിക്കുന്നത് ഒരു സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ടു കോംപ്ലക്സ് സെന്റൻസിലോട്ട് മാറ്റിയിട്ട് അതിനെ എന്താ പറയുക, കീറി മുറിച്ച് ഓരോന്നും എന്ത് ഭാഗമാണ് ഒരു സെന്റൻസിലെ ഓരോ വേർഡും എന്ത് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം എന്നൊരു എക്സസൈസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഒരു ലെസൺ പഠിക്കുന്ന അത്രയും എളുപ്പത്തിൽ ചിലപ്പോൾ നമുക്ക് ഇത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കില്ലെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് SSLC എക്സാമിന് അവസാന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് വരാറുണ്ട്, വേർഡ് പിരമിഡ് ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ് പിരമിഡ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത് പഠിച്ചു വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നൗ ലെറ്റ്സ് ഗോ ടു എ സെന്റൻസ് ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ Zahra. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ Zahra എന്നുള്ള സെന്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ദ ക്യാമറ ഇസ് എ സബ്ജക്ട് ആൻഡ് ക്ലോസസ് ഇൻ ഓൺ Zahra ഇസ് ദ പ്രെഡിക്കേറ്റ് പാർട്ട്.
അതിനെ ഒന്നുകൂടി എന്ത് ചെയ്തു, ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു. ഡിജിറ്റൽ എന്നുള്ളൊരു വേർഡ് ദായിനും ക്യാമറയ്ക്കിടയിൽ വന്നപ്പോൾ ദ ഡിജിറ്റൽ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹറ എന്നായി. സോ ഇതിൽ നമുക്കറിയാം ദ ഡിജിറ്റൽ ക്യാമറ എന്നുള്ള പാർട്ടാണ് നൗൺ ഫ്രേസ്. ദ ഡിജിറ്റൽ ക്യാമറ, ദ പാർട്ട് വിച്ച് ടോക്സ് അബൌട്ട് ദ നൗൺ, ആൻഡ് ദ വേർബ് ഫ്രേസ് ഈസ് ക്ലോസസ് ഇൻ ഓൺ സഹറ. വേർബുമായി ബന്ധപ്പെട്ടിട്ട് വേർബ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അവിടെ മുതൽക്ക് നമുക്കറിയാം ഇറ്റ് ഈസ് പ്രെഡിക്കേറ്റ്, ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് വേർബ് ഫ്രേസ്. സോ ഈ നൗൺ ഫ്രേസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഡിവൈഡിങ്. ദ ക്യാമറ, ദ ഈസ് ഡിറ്റർമിനർ ആൻഡ് ക്യാമറ ഈസ് ദ ഹെഡ് നൗൺ ഓർ ഹെഡ് വേർഡ്. സോ ഈ സെന്റൻസിൽ ദ ഡിജിറ്റൽ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട്, അഡ്ജക്റ്റീവ് മീൻസ് നാമവിശേഷണം, സംതിങ് വിച്ച് ക്വാളിഫൈസ് ദ നൗൺ. ക്യാമറ എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു. ഡിജിറ്റൽ ക്യാമറ എന്ന് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡായിട്ടാണ് ഇവിടെ ഡിജിറ്റൽ ഈസ് യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്. അതുകൂടാതെ മറ്റു 2 എക്സാമ്പിൾസ് കൂടെ, ദ ഡിജിറ്റൽ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹറ എന്നത് കൂടാതെ ദ എക്സ്പെൻസീവ് ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹറ എന്നൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോഴും ഇറ്റ് വർക്ക്സ് ആസ് an adjective. So in this picture it is clear that the digital camera closes in on Zahra. The is determiner, digital is adjective, camera is head noun. That is a noun of the sentence, and also it is called head word. So further dividing the sentence, the digital camera closes in on Zahra. The digital camera is the noun phrase. ആ noun phrase-നകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? There is a determiner, the, adjective digital and head word camera. ഇത്രയും കാര്യങ്ങൾ ഈ 3 ഭാഗങ്ങൾ കൂടെ ചേരുമ്പോഴാണ് അതൊരു noun phrase ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഡിറ്റർമിനർ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, ഹെഡ് വേർഡും ഉണ്ട്. ഡിറ്റർമിനേഴ്സ് കൂടാതെ പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട ചില വേർഡ്സും ഇംഗ്ലീഷിലുണ്ട്. ദേ occur before determiners and quantify noun phrase. ഡിറ്റർമിനേഴ്സിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഇത്തരത്തിലുള്ള വേർഡ്സ് പ്രീ ഡിറ്റർമിനേഴ്സ് വരാറുള്ളത്. ഓൾ, ഹാഫ്, മോസ്റ്റ്, ഹാഫ് ഓഫ്, മോസ്റ്റ് ഓഫ്, ബോത്ത് etc. are examples for predeterminers. We have an example here. Both the well-fed tigers looked robust. എന്നൊരു സെന്റൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് both is a predeterminer because ഡിറ്റർമിനർ ആയിട്ടുള്ള ദ എന്ന വേർഡിന് മുമ്പായിട്ടാണ് both വന്നിട്ടുള്ളത്. സോ both is predeterminer, the is determiner, well fed is the adjective, tigers that is the noun, or we can call it head word of the sentence. So നേരത്തെ കണ്ട noun phrase-നകത്ത് 3 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ noun phrase-നകത്ത് നമുക്ക് 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണവ? പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ or we can also call article. ഡിറ്റർമിനർ എന്ന് പറയാം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്നും പറയാം. then adjective, then noun or head word. ഈ 4 വിഭാഗങ്ങളും കൂടിയിട്ടാണ് ഈ noun phrase ഉണ്ടാക്കിയിരിക്കുന്നത്. Now let's see the sentence in another form. The digital camera closed in on Zahra എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തു. The digital camera on the tripod closed in on Zahra. On the tripod എന്നൊരു ഫ്രേസ് കൂടെ നമ്മൾ ഈ സെന്റൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഏത് രീതിയിൽ സെന്റൻസ് ക്രിയേഷൻ മാറി വരുന്നുള്ളത് നോക്കാം. On the tripod is used as prepositional phrase, a group of words consisting of a preposition. Here it modifies the head word. Preposition ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് നമുക്ക് എന്ത് പറയാം? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. ഹെഡ് വേർഡ് ആയിട്ടുള്ള ക്യാമറ എന്ന വേർഡിനെ മോഡിഫൈ ചെയ്യുകയാണ് ഇവിടെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ചെയ്യുന്നത്. സോ ഒരു നൗൺ ഫ്രേസിനകത്ത് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്? വി ക്യാൻ യൂസ് പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, ഹെഡ് വേർഡ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് കൂടാതെ ഒരു സെക്ഷൻ കൂടെ അവിടെ അല്ലെ ഡോട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി, അതെന്താണെന്ന് പോയി നോക്കാം. സോ ഹിയർ വി ഹാവ് the more expansion of the same sentence. The digital camera on the tripod, which is very expensive, closes in on Zahra. ഇതിനകത്ത് നേരത്തെ കണ്ട സെന്റൻസിൽ നിന്നും എന്താണ് അധികമായിട്ട് വന്നിട്ടുള്ളത്? വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന ഒരു ഫ്രേസ് കൂടെ, ഫ്രേസ് അല്ല, ഇറ്റ്സ് എ ക്ലോസ് എന്താണെന്നുള്ളത് പറയാം, അതുകൂടെ വന്നിട്ടുണ്ട്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കഴിഞ്ഞ സെന്റൻസിൽ പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ ദ ഡിജിറ്റൽ ക്യാമറ ഓൺ ദ ട്രൈപോഡ് ക്ലോസസ് ഇൻ ഓൺ Zahra എന്ന സെന്റൻസിൽ ഓൺ ദ ട്രൈപോഡ് എന്ന പ്രിപ്പോസിഷണൽ ഫ്രേസിനകത്ത് നമുക്ക് എന്തില്ല? വേർബ് വരുന്നുണ്ടോ?
ഇല്ല. ഓൺ ദ ട്രൈപോഡ് എന്നതിനകത്ത് വേർബ് ഡിനോട്ട് ചെയ്യുന്ന യാതൊരു വേർഡ്സും ഇല്ല. സോ അത്തരത്തിൽ വരുന്ന എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എക്സ്പ്രസിംഗ് എ പെർട്ടിക്കുലർ ഐഡിയ ഓർ മീനിങ് ദേ ആർ കോൾഡ് ആസ് ഫ്രേസ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ ക്ലോസ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ വേർബ്. അതൊരു ക്ലോസിന്റെ ഭാഗമാണ്, പക്ഷെ എന്തല്ല അത്, ഇതിനൊരു വെർബ് ഉണ്ടായിരിക്കില്ല. അവയെ നമ്മൾ ഫ്രേസ് എന്നാണ് വിളിക്കുക. സോ ഇനി നമുക്ക് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സെന്റൻസിലോട്ട് വരാം. ദ ഡിജിറ്റൽ ക്യാമറ ഓൺ ദ ട്രൈപോഡ് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് ക്ലോസസ് ഇൻ ഓൺ സെഹ്റ. അതിനകത്ത് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് എന്നതിനകത്ത് നമുക്ക് വി ഹാവ് ഗോട്ട് ഈസ് ഹിയർ. ദാറ്റ് ഈസ് എ വേർഡ് വിച്ച് ഷോസ് എ വെർബ്. That is called a clause, a unit consisting of subject and a predicate. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ള യൂണിറ്റ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്. സോ ഈ സെന്റൻസിൽ ദ ഡിജിറ്റൽ ക്യാമറ ഓൺ ദ ട്രൈപോഡ് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് ക്ലോസസ് ഇൻ ഓൺ സെഹ്റ എന്ന സെന്റൻസിനകത്ത് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ് ക്ലോസ്. അതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? റിലേറ്റീവ് ക്ലോസ് എന്ന കാറ്റഗറിയിലാണ് ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് പെടുത്താൻ സാധിക്കുക. സോ നൗൺ ഫ്രേസിന് ഏറ്റവും ചെറിയ ലെവലിൽ നിന്നും നമ്മൾ എവിടെ എത്തിച്ചു? പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, ഹെഡ് വേർഡ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്. 6 ഘടകങ്ങൾ, 6 കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് വി യൂസ്ഡ് ഇൻ എ സിംഗിൾ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസിനകത്ത് 6ഓളം ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ കുഞ്ഞു സെന്റൻസിന് എന്താക്കി? എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കോംപ്ലക്സ് സെന്റൻസിനകത്ത് വരുന്ന ഓരോ വേർഡ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട വസ്തുക്കളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഐ ഹോപ്പ് യു ലൈക്ഡ് ദി വീഡിയോ. യു ക്യാൻ ആഡ് മോർ പോയിന്റ്സ് in the comment section if you have any. Please subscribe and support my channel so that I can make more videos for you. Thank you so much for watching the video. Have a great day. Take care. Bye.